Okay, all of you mark your attendance. Mark your attendance now. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെ പഠിച്ചു? നമ്മള് ഏതൊക്കെയാ പഠിച്ചേ? കുറെ പിക്ചർ. എന്തൊക്കെയാ നമ്മുടെ എക്സാമിന് ഉണ്ടാവുമെന്നറിയോ? അറിയോ നിങ്ങക്ക്? അറിയോ എന്തൊക്കെയാ ഉണ്ടാവുമെന്നറിയോ? ആദ്യം കുറെ പിക്ചർ തരും. എന്നിട്ടോ പിക്ചറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം അല്ലെ? ഐഡന്റിഫൈ ചെയ്യാനുണ്ടാവും. പിക്ചർ ഐഡന്റിഫൈ ചെയ്യാനുണ്ടാവും. കുറെ പിക്ചർ തരും. എന്നിട്ട് ആ പിക്ചറൊക്കെ എന്ത് ചെയ്യണം? ഏതാണെന്ന് പറയണം. അറിയാലോ നിങ്ങക്ക്? അറിയില്ലേ? യെസ്, അറിയോ? ആ പിക്ചർ ഐഡന്റിഫൈ. പിന്നെന്താ ഉണ്ടാവുമെന്ന് അറിയോ? കുറെ പിക്ചർ തരും. എന്നിട്ട് ഇപ്പറ അതിന്റെ നെയിം തരും. അപ്പൊ അത് മാച്ച് ചെയ്യാനുണ്ടാവും. അല്ലെ? മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. പിന്നെന്തില്ലേ? ഫസ്റ്റ് ലെറ്റർ പറയാനുണ്ടാവും. ആദ്യത്തെ അക്ഷരം അല്ലേ? തന്നിരിക്കുന്ന പിക്ചറിന്റെ ആദ്യ അക്ഷരം പറയാനുണ്ട് അല്ലേ? പിന്നെ ആയില് സ്റ്റാർട്ട് ചെയ്യുന്ന 2 പദങ്ങൾ പറയാനുണ്ടാവും. അല്ലെങ്കിൽ ഏതക്ഷരം തന്നത് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പദങ്ങൾ, ഓരോ പദങ്ങൾ പറയുക. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നല്ലതുപോലെ ടെക്സ്റ്റ് ആദ്യം മുതൽ നമ്മൾ എടുത്ത വരെയുള്ള ഭാഗം വായിച്ച് പഠിക്കണം. എല്ലാവർക്കും അറിയുന്ന പിക്ചർ തന്നെ അല്ലേ? ഓക്കെ, അപ്പൊ മിസ് ഏതാണ് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഇതെന്താണിത്? വാട്ട് ഈസ് ദിസ്? Okay, what is this? Okay. Deda Yandeve. Yandeve, idedana picture. What is this? മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തിടാ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ആന. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? All of you take your slate. Right. ഇതിന്റെ ആനയാണ് അല്ലേ? അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? എഴുതാൻ അറിയോ എല്ലാവർക്കും? എഴുതാൻ അറിയോ? Okay, very good. Okay, very good. എഴുതിയല്ലേ? ഓക്കെ, എല്ലാവർക്കും അറിയാ എഴുതാൻ? ആ മിസ് പഠിപ്പിച്ചോ? ഇല്ല, എന്നാലും അറിയാല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കണേ. അടുത്ത ഇവിടെ ശ്രദ്ധിച്ചോ? ഇവിടെ ശ്രദ്ധിക്കണേ. മിസ് ഇവിടെ ഒരു 2 അക്ഷരം എഴുതും. അതിന്റെ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യോ നോക്കട്ടെ. ഇതേതാക്ഷരം? വൈഷ്ണവേ, ഇതേതാ വൈഷ്ണവേ? അല്ലേ? എന്നിട്ട് ഇപ്പൊ ഒരു മിസ് ഇവിടെ ഒരു ഡാഷ് ഇടും. ഇവിടെ ഒരു ഡാഷ് ആണെങ്കിൽ ഡാഷ്, എന്നിട്ട് ഇത് എഴുതും. പിന്നെ ഒരു ഡാഷ് ഇടും. അപ്പൊ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യുക നിങ്ങള്? ഈ 2 അക്ഷരങ്ങള് ഒന്ന് എഴുതി കാണിച്ചേ സ്ലേറ്റിൽ എല്ലാവരും. ഇവിടെ ഒരു ഇറുണ്ട്, ഇവിടെ ഒരു ഡാഷ് ഉണ്ട്, ഇവിടെ ഇല്ലുണ്ട്, ഇവിടെ ഒരു ഡാഷ് ഉണ്ട്, ഇവിടെ ഒരു ഇല്ലുണ്ട്. അപ്പൊ ഇവിടെ ഈ 2 ഡാഷിൽ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്?
എഴുതിയോ എല്ലാവരും? എഴുതിയോ? എന്താ ഫില്ല് ചെയ്യേണ്ടത് അവിടെ? അവിടെ ഒരു എറ എഴുതി. ഇതാ ഇവിടെ ദക്ഷിണ എഴുതിയിട്ടുണ്ട്, ഡാഷ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്നിന്ന് എഴുതാ അല്ലെ, വേണമെങ്കിൽ അതിന് തൊട്ടപ്പുറത്ത് ഇന്നും. ഓക്കെ, വെരി ഗുഡ് അൻവി. അത് ഏതാണെന്ന്, ഇത് ഏതാണ് മലയാളത്തിലെ ഏതക്ഷരങ്ങളാ? ചില്ലക്ഷരങ്ങൾ അല്ലേ? ഓക്കെ, ചില്ലക്ഷരങ്ങളാണ് നമ്മൾ എഴുതിയത്. ഇനി നമ്മുടെ എക്സാമിന് ഇങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ എഴുതാനുണ്ടാവും. അതായത് ചെറിയതാണ്, നമ്മൾ പഠിച്ചത് മാത്രം. ഇപ്പൊ റ, ര, ത, ന, പ, വ, സ, ല, ള, ന, മ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം അല്ലേ? അക്ഷരങ്ങളൊക്കെ. ഇപ്പൊ ഒരു പന കാണിച്ച് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ പ എഴുതാൻ നിങ്ങൾക്ക് അറിയാട്ടോ, നിങ്ങൾ പഠിച്ച കാര്യമാണ്. അപ്പൊ അത് എഴുതണം. ഓക്കെ ഓക്കെ, എഴുതും എല്ലാവരും അല്ലേ? ഇപ്പൊ നമ്മൾ ഇത്രയും അക്ഷരങ്ങള്, ഏത് റാ, ഫസ്റ്റ് നമ്മൾ പഠിച്ചത് റാ എന്ന അക്ഷരം. ഇപ്പൊ തറയാണ് പിക്ചറിലില്ലെങ്കിൽ ഡേഷ് ഇട്ട് ഞാൻ നിങ്ങൾ റാ എഴുതണം അല്ലേ? നെക്സ്റ്റ് അടുത്തതോ? നമ്മ എഴുതാൻ പഠിച്ച അക്ഷരങ്ങളാണ് എഴുതുന്നത്. ന, ത, പ, വ, പിന്നെയോ സ. എഴുതിയേ എല്ലാവരും? ല, മ, ന, ല. ഓക്കെ, എല്ലായോ നമ്മൾ പഠിച്ച അക്ഷരങ്ങള്? എല്ലാവരും ഒന്ന് എഴുതി നോക്കിയേ. വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും എഴുതുന്നുണ്ട് അല്ലേ? എല്ലാ മക്കളും എഴുതി, ആരും എഴുതാതിരിക്കരുത് കേട്ടോ, മറന്നു. ഓക്കെ, വെരി ഗുഡ്. ദക്ഷിണ എഴുതിയിട്ടുണ്ട്, കശ്യപ് എഴുതിയിട്ടുണ്ട്, അൻവി രതീഷ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് എഴുതിയ മക്കൾ എല്ലാവരും? റാ, രാ, ന, ത, പ, വ, സ, ല, മ, ന, ള അല്ലേ? ഓക്കെ, പറയാനും പഠിക്കണേ. അപ്പോ നെക്സ്റ്റ് ഇതെന്താണ്? ഇങ്ങനെ വെച്ച എന്താണ്? ഇതെന്താണ്? വരയല്ലേ? എങ്ങനെ എഴുതും വരാന്ന്? വരാന്ന് എഴുതിയേ. അപ്പൊ ഫസ്റ്റ് ലെറ്റർ വ. നെക്സ്റ്റ് ഇവിടെ എന്തോ ഒന്ന് ഫില്ല് ചെയ്യണം. ഏതാ എഴുതുക നിങ്ങള്? രാ എങ്ങനെ എഴുതും? ഈ ഡേഷിലെടുത്ത് ഫില്ല് ചെയ്യണം. എന്ത്? രാ. മനസ്സിലായോ? രാ ഒരു വര അവിടെ തന്നു.
അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പിക്ചർ കണ്ടിട്ട് ഡാഷ് ഇട്ടത് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? എഴുതിയണം. ഓക്കെ, വരാന്ന് എങ്ങനെ എഴുതും മക്കളെ? നമ്മൾ 2 അക്ഷരവും പഠിച്ചാണ്. ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. വരാ. വെരി ഗുഡ് ദക്ഷിണ, വരാ. ഓക്കെ, അപ്പൊ പിക്ചർ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്തോളൂ അല്ലേ? ഓക്കെ, കശ്യപ് മറച്ചിട്ടാ പിടിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഇനി ഫസ്റ്റ് മുതൽ നമുക്ക് ടെക്സ്റ്റ് ഒന്ന് വായിക്കാം അല്ലേ? വായിച്ചോക്കട്ടെ, ശ്രദ്ധിച്ചിരിക്കണേ. ടെക്സ്റ്റ് എടുത്തോ. ഇപ്പോ ഓക്കെ, വെരി ഗുഡ് വൈഷ്ണവ്. ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ അറ, ആ അല. ഓക്കെ, പേജ് നമ്പർ 7 വായിക്കുന്നേ. നെക്സ്റ്റ് 8, പേജ് നമ്പർ 8 ടെക്സ്റ്റിൽ. ഓക്കെ അനുശ്രീ, വെരി ഗുഡ്. അത് നീറ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, രണ്ടാമത്തെ എന്താ? 8ാമത്തെ പേജിൽ എന്താ ഉള്ളത്? ആന. ആന. ആ എന്ന അക്ഷരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, ഓർക്കണേ. ആന അല്ലേ? നെക്സ്റ്റ് ആമ. അടുത്തത് ആട്. നെക്സ്റ്റ് വൺ ഈ ഇല, ഈ ഇമ, ഈ ഇഞ്ചി, ഈ ഇര, ഈ ഇറ. ഉറക്കെ വായിച്ചു നോക്കി നിങ്ങൾ അവിടുന്ന് ഒറ്റക്ക്. ഈ ഈച്ച, ഈ ഈറ്റ, ഈ ഈത്തപ്പഴം. അടുത്തത് ഉറുമ്പ്, ഉറി, ഉരൽ, ഉളി, ഉറ, ഉമി. അടുത്ത പേജ്. ഊഞ്ഞാൽ, ഊണ്, ഊത്ത്, ഊമ, ഊര്, ഊന്നുവടി. ഋതു, ഋണം, ഋഷഭം. അടുത്ത പേജിൽ എന്താ? എലി, എരുമ, എട്ടുകാലി, എണ്ണ, എള്ള്, എത്ര. നെക്സ്റ്റ് പേജ്. ഏണി, ഏലം, ഏത്തപ്പഴം, ഏഴ്, ഏത്തം. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും വായിക്കുന്നത്? ഐരാവതം, ഐക്യം, ഐശ്വര്യം. ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഉപ്പ്. ഏഞ്ചൽ വരിക, വായിക്കുന്നുണ്ടോ? ജ്യൂസ് കുടിക്കുകയാണോ? ഓല, ഓട്, ഓണം, ഓമന. നെക്സ്റ്റ് ഔഷധം, ഔഷധം. അടുത്ത അംബുജം അല്ലെ? അംബുജം അറിയാലോ? അംബുജം, അംബുജം. ഇത്രേ പഠിച്ചുള്ളൂ അല്ലേ നമ്മള്? അംബുജം. താമര അല്ലെ? അപ്പൊ ഏതൊക്കെ സ്വരാക്ഷരങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടോ പറയാൻ? ഈ ഉ ഇറ്, എ ഐ, ഓ ഔ, ആയിന് മുതല് ഏത് അമ്മ വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓർത്ത് വെക്കണേ എല്ലാവരും. നന്നായി എക്സാം എഴുതണേ. എഴുതോ? യെസ് ഓർ നോ? ഇല്ലേ കശ്യപേ? കശ്യപ് നേരെ മറിച്ചിട്ട് കാണിക്കുന്നത്. ഇല്ലേ കശ്യപ്? ഇത്രയും മിസ് പറഞ്ഞു തന്നിട്ട് ഒന്നും പഠിച്ചില്ല കശ്യപേ? ഞാൻ അറിയാണ്ട് ഇങ്ങനെ ആക്കിയാണോ? അതെല്ലേ? ഓക്കെ, സോ കുഴപ്പമില്ല അല്ലേ? ഇനിയിപ്പോ നമ്മള് കൊറേ എന്താണ് കശ്യപേ? എനിക്കറിയില്ല അക്ഷരങ്ങള്. റായും രായും എഴുതാനും അറിയില്ലേ? ഏതൊക്കെ അറിയാം? ഒന്നും പഠിച്ചില്ല എഴുതാൻ നമ്മള്. ഒന്നും
പഠിച്ചില്ല എഴുതാൻ. റായും ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ അറിയും കശ്യപിന്? ഒന്ന് പറഞ്ഞേ എഴുതാൻ. എനിക്ക് അതൊന്നും എഴുതാൻ പഠിക്കണ്ട ഇപ്പൊ. റാ, രാ, ത, ന, പ, സ, ല, ള, ന, മ അല്ലേ? അത്രേ നമ്മൾ പഠിച്ചുള്ളൂ. പിന്നെ ഇറും, ഇല്ലും, ഇന്നും, എണ്ണും, എള്ളും അല്ലേ? ഇത്രേ നമ്മൾ എഴുതാൻ പഠിച്ചുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ടേ നിങ്ങൾക്ക് എഴുതാനുള്ളൂ കേട്ടോ. കശ്യപേ എല്ലാം പഠിച്ചിട്ടുണ്ട് കശ്യപ് അല്ലേ? ആ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾ എഴുതാനൊന്നും ആയിട്ടില്ലല്ലോ അധികം അല്ലേ? ഒരുപാടൊന്നും എഴുതണ്ട കേട്ടോ. എഴുതാനൊന്നും ആയില്ല. അപ്പൊ നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, എന്താ ചെറിയ കുഞ്ഞു മക്കൾ വരെ ഉണ്ട് ഇതില് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരുപാടൊന്നും എഴുതേണ്ടതിന് മിസ് ഇട്ടില്ല ക്വസ്റ്റ്യൻ കേട്ടോ. കേട്ടോ കശ്യപേ? ഒന്നും വേവലാതിയൊന്നും വേണ്ട കേട്ടോ. ടെൻഷനൊന്നും ആവണ്ടേ. നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, അതുകൊണ്ട് കുഞ്ഞു ക്വസ്റ്റ്യനേ ഉള്ളൂ. കൊറേ പിക്ചർ അത് പറയണം. പിന്നെന്നാ പണി? അതിനെന്നാ പണിയില്ലല്ലേ ദക്ഷിണ അല്ലേ? അങ്ങനെ ഇടൂ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ കൊറേ നാളുകളായി പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ? നമുക്കൊരു പാട്ടെല്ലാം കാണാൻ എല്ലാം അറിയാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അതുപോലെ കുഞ്ഞു 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 ക്വസ്റ്റ്യനെ മിസ്. ഓക്കെ, വെരി ഗുഡ് അൻവി. ഓക്കെ, അക്ഷരങ്ങളെല്ലാം പഠിച്ചു അല്ലേ? അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ കണ്ടിങ്ങനെ റിലാക്സ് ആവാ അല്ലേ? വേണോ തൻസേ? പാട്ട് കേൾക്കണോ? കേൾക്കുന്നുണ്ടോ? ABCD പഠിച്ചില്ലേ നിങ്ങൾ എല്ലാവരും? ABCD ക്യാപിറ്റലും സ്മോളും എഴുതാൻ പഠിച്ചോ? ഇല്ല അല്ലേ?
ക്യാപിറ്റൽ ലെറ്റർ പഠിച്ചിട്ടേ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ABCD പാട്ട് കേട്ടോ? ഇഷ്ടായോ? ഇല്ലേ? ആരോടാ ചോദിക്കണ്ടേ നോക്കട്ടെ. ഇഷ്ടായോ വൈഷ്ണവേ? ഓക്കെ, ABCD ഒക്കെ പഠിച്ചോ മക്കള്? പഠിച്ചോ? പഠിച്ചോ? ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും പഠിച്ചോ? ഏത് സ്മോൾ ലെറ്റർ ആണോ പഠിച്ചത്? ഓക്കെ, വെരി ഗുഡ്. പാട്ട് ഇഷ്ടപ്പെട്ടോ? എനിക്ക് കേൾക്കണോ പാട്ട്? ഓക്കെ, കേട്ടു അല്ലേ? ABCD പാട്ടൊക്കെ കേട്ടു. എല്ലാവർക്കും ഇഷ്ടായിട്ടൊന്നും ഇല്ലല്ലോ? നല്ല ആടി കളിക്കുന്നത് പാട്ടിന്റെ കൂടെ അല്ലേ? ഓക്കെ, അയ്യോ, എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തില്ലേ മക്കളെ? ഇതാരാ മോളെ? ഹെസ്സയാണോ? പേര് അടിച്ചില്ലല്ലോ. ഓ, ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാ? നന്നായി പഠിക്കട്ടെ എല്ലാ സബ്ജക്റ്റും. ABCD ഇതാ അമ്മാൻ എഴുതി കാണിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ. വെരി ഗുഡ്.
എന്താണ്? എന്താണ് അനുശ്രീക്ക് പറയാനില്ല? അനുശ്രീ എന്താ മോളെ? ഇഷ്ടായിന? ഓ ABCD പാട്ട് ഇഷ്ടായിനല്ലേ അനുശ്രീക്ക്? അതിന് അടുത്ത ദിവസം വെക്കാം നമുക്ക് പാട്ട് കേട്ടോ. ഓക്കേ, അപ്പൊ എന്ത് ചെയ്യാ മക്കളെല്ലാവരും നല്ലപോലെ പഠിക്കണേ. എന്ത്?